എടി മോളെ സുജയ്, ഞാനിവിടെ വന്നിരുന്നടി അമ്പലത്തിൽ ഉത്സവത്തിന് വന്നപ്പോ ഞാൻ അറിഞ്ഞു മോനും ഭാര്യയും കുടുംബവും എല്ലാം വന്നിട്ടുണ്ടെന്ന്. അത് അറിഞ്ഞോണ്ട് ഞാൻ ഇവിടെ വന്നപ്പോ നിന്നെ കണ്ടില്ല. ഞാൻ അന്നേരത്തെ അങ്ങ് തിരിച്ചു പോയി. അപ്പൊ മോനെയൊക്കെ കാണാനായിട്ട് ഞാൻ വന്നതാടി. വിഷു ഒക്കെ അല്ലയോ, മോനെ കഴിഞ്ഞിട്ടൊക്കെ തരാൻ പറ, അതൊക്കെ ഓർത്ത് ഞാൻ ഓടി വന്നതാ. എന്റെ സലോനി കൊച്ചമ്മ മൂത്തവനും ഭാര്യയും 2 കുഞ്ഞുങ്ങളും കൂടെ വന്നപ്പോ അവർക്ക് 5 ദിവസത്തെ അവധിയേ ഉള്ളായിരുന്നു. അപ്പൊ ഈ മൂത്ത കുഞ്ഞിന് വെക്കേഷനാണ്, 2 മാസത്തെ അവധിയുണ്ട്. അപ്പൊ ഞാൻ ആ മോനോട് പറഞ്ഞു, മോനെ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് പോടാന്ന് പറഞ്ഞു. 2 പേരെയും കൂടെ അവൻ ഇവിടെ നിർത്തിയിട്ടാണ് പോയത്. അവിടെ ചെന്ന് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പേ അവിടെ യുദ്ധവും തുടങ്ങി. അപ്പൊ കുഞ്ഞുങ്ങളെ വന്ന് കൊണ്ടുപോകാനോ ഇവിടുന്ന് ഞങ്ങൾ കൊണ്ടുവിടാനോ ഇതൊന്നും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ ആയിപ്പോയി, അവർക്ക് വരാനും പറ്റാതായി. കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ഇവിടുത്തെ ജോലി എല്ലാം കൂടി എനിക്ക് ബുദ്ധിമുട്ടാ. കൊച്ചമ്മയുടെ കയ്യിൽ ആരെങ്കിലും പിള്ളാരോ ഇത്തിരി വലിയവരോ ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ ജോലിക്കും മറ്റുമായിട്ട് എന്ന് ഞാൻ ചോദിക്കുവാ. കൊച്ചമ്മ ഉണ്ടോ? കൊച്ചമ്മേ എടി മോളെ ഉണ്ടടി, ഞങ്ങളുടെ അടുത്ത ഒരു കൊച്ചുണ്ട്, എനിക്ക് നല്ല പരിചയം, നല്ല മിടുക്കി കൊച്ച. അവര് വീട്ടിലെ കാര്യങ്ങൾ നോക്കും, കുഞ്ഞുങ്ങളെയും നോക്കും, നല്ല മിടുക്കി. എന്റെ കസ്റ്റഡിയിലുണ്ട്. ഞാൻ കൊണ്ടുവരാൻ മോളെ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എന്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവരാം. ഭക്ഷണമൊക്കെ കൊള്ളായിരുന്നു മോളെ, ഭയങ്കര എരിയായിരുന്നു. ചിക്കൻ അങ്ങ് എരിയായിരുന്നു. അപ്പൊ പിന്നെ കൊച്ചമ്മ പോയി ആ പെണ്ണിനെ വിളിച്ചോണ്ട് വരത്തില്ലയോ? അയ്യോ, ഞാൻ അങ്ങനെ പോയാലോ? 5000 രൂപ തരണ്ടായോ? 5000 രൂപയോ? അവിടെ ഇച്ചിരി പൈസ കൊടുക്കണം, പിന്നെ കൊച്ചിന് ഇച്ചിരി ഡ്രസ്സും ഒക്കെ മേടിച്ചോണ്ട് വേണ്ടായോ വരാനേ? അതിന് 5000 രൂപ വേണോ? 5000 രൂപ വേണം. 5000 രൂപ തന്നേലേ നോക്കൂ. ഞാൻ ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ എന്നാലേ. കൊച്ചമ്മേ, ഒരു 3000 രൂപ ഉണ്ട്, 5000 ഒന്നും എന്റെ കയ്യിലില്ല. കൊച്ചമ്മ എന്റെ ഈ ബുദ്ധിമുട്ട് കണ്ടല്ലോ, ആ കൊച്ചിനെയും വിളിച്ച് എത്രയും പെട്ടെന്ന് വരണം. എന്നോട് കള്ളത്തരം ഒന്നും കാണിക്കല്ലേ. വേഗം വരത്തില്ലയോ അതിനെയും വിളിച്ച്? മോളെ ഞാൻ ഇപ്പൊ തന്നെ പോവുകയാണ്. നല്ല മിടുക്കി കൊച്ച. ഈ കുഞ്ഞുങ്ങളെ നോക്കി ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം അവള് നോക്കും. നല്ല തന്മയത്തമായിട്ട് നല്ല മിടുക്കുള്ള കൊച്ച. എന്നാ ഞാൻ പോയിട്ട് വരാം. 3000 ഉള്ളൂ. ആ 3000 ഇനി വന്നു കഴിഞ്ഞിട്ട് ബാക്കി എത്രയാന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തോളാം. ഇപ്പൊ ഈ 3000 കൊണ്ട് കൊച്ചമ്മ പോയാട്ടെ. ശരി.